നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുമോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും എന്തായാലും എല്ലാവരെയും വെല്ലുവിളിച്ച് അവസാനം അതങ്ങ് സംഭവിച്ചു. എന്തായാലും രേണുവിന്റെ ഫേസ്ബുക്ക് അങ്ങ് പൂട്ടിക്കെട്ടി. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ കിടന്ന് വെല്ലുവിളിക്കേണ്ടത്? ഡാനി സത്യം അതുലിനെ ഒക്കെ വെല്ലുവിളിച്ച് നീ ഒന്ന് പൂട്ടിക്കാണിരടാ എന്ന് പറഞ്ഞ് എന്തായാലും പൂട്ടിക്കാക്കോലോട്ട് കൈ കൊടുത്തു. ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് രേണുവിന്റെ അക്കൗണ്ട്. രേണു സുധി 0 ഫോളോവേഴ്സ് 0 പോസ്റ്റ് എല്ലാം 00. അതിനകത്ത് വന്നേക്കുന്നതാണ് രേണു സുധിയുടെ ഫേസ്ബുക്ക് അടിച്ചുപോയി. ഇതുവരെ കാരണം വ്യക്തമല്ല. പകരം അനുശ്രീ എന്ന ഫേസ്ബുക്ക് പേജ് രേണു സുധി ഒഫീഷ്യൽ എന്ന പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ജനങ്ങൾ കൊതിച്ചതുപോലെ അതും സംഭവിച്ചു. ഇനി ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷന്റെ ഗതി എന്താകുമോ എന്തോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിലെ രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ഉടനെ പൂട്ടിക്കിട്ടുമെന്ന്. നോക്കിക്കോ, പെട്ടെന്ന് തന്നെ അതും ഇതേ കണക്കന്നെ പൂട്ടിക്കിട്ടും. ഇപ്പൊ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്താണെന്നാണ് പറയുന്നത്. ഹാക്ക് ചെയ്തിട്ട് ഇപ്പോ അനുശ്രീ പി എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇപ്പൊ തൽക്കാലം രേണുവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കിടക്കുന്നത്. എന്താണ് ഇതിന്റെ സത്യം എന്ന് നമുക്കറിയില്ല. അനുശ്രീ പി എന്ന പേരിലാണ് ഇപ്പൊ രേണു സുധി ഒഫീഷ്യലിന്റെ അക്കൗണ്ട് കിടക്കുന്നത്. എന്തായാലും സത്യമായിരുന്നു അല്ലെ? ഈ കാണിക്കുന്ന ഫേസ്ബുക്കിലെ ആൾക്കാർക്ക് കുറച്ചൊന്നൊരു സമാധാനം കിട്ടും. 0 പോസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം പോയി, ഫോളോവേഴ്സും എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഫേസ്ബുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിട്ടുണ്ട്. പേടിക്കണ്ട, ഇൻസ്റ്റാഗ്രാമിലും ഇതേ ഗതി തന്നെ വരും. ഒരുപാട് ആൾക്കാർ, രേണു തന്നെ ഈ ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴാണോ നിങ്ങൾക്കൊക്കെ പ്രോബ്ലം, അല്ലെങ്കിൽ രണ്ടുപേരുടെ പേരെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട്. രേണു, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതും നീ നിന്റെ ശരീരം കാണിക്കുന്നതും ശരീരം വിട്ട് ജീവിക്കുന്നതും ഒന്നും നമുക്ക് ആർക്കും ഒരു പ്രശ്നമല്ല. നീ നിന്റെ ഇഷ്ടം കണക്കിന് ജീവിച്ചോ. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യാതെ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങള് ഡേറ്റ ചാർജ് ചെയ്യുന്നത്. അത് ഞങ്ങൾ എന്തെങ്കിലും നോക്കാനായിട്ട് ഒന്ന് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നിന്റെ അഴിഞ്ഞാട്ടം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ അക്കൗണ്ട് പൂട്ടണമെന്ന്. അല്ലാതെ നിന്നോട് ഞങ്ങൾക്ക് ആർക്കും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. നീ എങ്ങനെയോ ജീവിച്ചോ. പക്ഷെ അതിനൊക്കെ പ്രത്യേകമായിട്ടൊരു പേജ് ഉണ്ടല്ലോ, നീ അതിൽ കൊണ്ടിട്ടോളൂ. അതിന് അങ്ങനെയുള്ള ഫിലിംസ് വരുന്നുണ്ടോ അല്ലോ, നീല കളറിലൊക്കെ വരുന്ന പിക്ചറുകളൊക്കെ വരുമല്ലോ, അതിൽ നീ അഭിനയിച്ച് കാശുണ്ടാക്കൂ. പിന്നെ നീ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ കണക്ക് നീ പ്രൈവറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യൂ. എന്തിനാണ് ഞങ്ങളെ കണക്കുള്ള സാധാരണക്കാരെ ഒന്ന് ഫേസ്ബുക്കോ ഒന്ന് യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ തുറക്കാൻ പോലും കഴിയാതെ നീ ഇങ്ങനെ വന്ന് നിന്റെ അഴിഞ്ഞാട്ടം കൊണ്ടുവന്നിരുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് നിന്നെയുമായിട്ട് യാതൊരു പ്രശ്നമില്ല. നീ എങ്ങനെ ജീവിച്ചാലും ഞങ്ങൾക്ക് ആർക്കും യാതൊരു പ്രശ്നമില്ല, അല്ലെ ഗൈസ്? ഫേസ്ബുക്കൊക്കെ പൊട്ടിക്കെട്ടിയതിന്റെ ആഘോഷം എങ്ങനെയാണ് നമ്മുടെ രേണു ചേച്ചി ആഘോഷിച്ചെന്ന് കാണണ്ടേ? ഇങ്ങനെ നോക്കല്ലേ കുട്ടാ, ഞങ്ങളങ്ങ് അലിഞ്ഞു പോകും. എന്തൊരു നോട്ടാണത്. രേണു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം കുട്ടാന്നാണ് വിളിക്കുന്നതെന്ന്. ഇപ്പോ ഫേസ്ബുക്ക് അടിച്ചു പോയതിന്റെ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. എല്ലാവരെയും കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കി പിന്നെ കുറച്ച് ഇതല്ല, അടിപൊളിയൊരു ഡാൻസ് ഉണ്ട്. നോട്ടം കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും അല്ല നിങ്ങളെയൊക്കെ മോഹിപ്പിക്കുന്നത്, ഡാൻസുമായിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ള ഡാൻസും ഉണ്ട്. കാണണ്ടേ? എനിക്കറിയത്തില്ല, നമുക്കത് അങ്ങനെയൊന്നും കാണിക്കാനൊന്നും അറിയത്തില്ലേ. കണ്ട, ഫേസ്ബുക്കും ഒക്കെ അടിച്ചു പോയതിന്റെ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തപ്പെട്ടതിന്റെ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താണ് ഞാൻ ശാന്തമാകുന്നത്. തോക്കില്ല മക്കളെ, ഞാൻ തോക്കില്ല. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൊട്ടി, എന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് പൊട്ടി. പക്ഷെ ഞാൻ പുതിയ തോരണം കാണിച്ചിട്ടിട്ട് അതിൽ കുറച്ചുകൂടെ എന്റെ കോളിൽ അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇടും. അതാണ് ഞാൻ നിങ്ങൾക്കൊക്കെ തരുന്ന പണി. കണ്ടില്ലേ? എന്തോ പോട്ടെ, എനിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഷെഫീന താത്ത കുറെ വോയിസുകൾ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുമല്ലേ? അതിന്റെ ഇതിലൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പരിണത ഫലങ്ങളാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയതും പിന്നെ ഓരോരുത്തരെയൊക്കെ വെല്ലുവിളിച്ച്. എന്തായാലും ആളുകൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് രേണുവിന് പണി കൊടുക്കാനായിട്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ. ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കുറച്ചൊക്കെ അഹങ്കാരം വെക്കൂ. ഇത്രയൊന്നും അഹങ്കരിക്കരുത്. ഇത്രയും രേണുവിന് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്ക് പൈസയായി, എനിക്ക് അതായി ഇതായി എന്നൊക്കെ ഉള്ള ഒരു
അഹങ്കാരം കൊണ്ട് ഒന്ന് വീഡിയോ ഇടും. എന്നിട്ട് ഇപ്പൊ കുറച്ച് ഒരു റീച്ച് ഒന്ന് കുറഞ്ഞപ്പോഴത്തേന് പിന്നെ സുധിച്ചേട്ടന്റെ ടീഷർട്ടായി, പിന്നെ സുധിച്ചേട്ടന്റെ ഫോട്ടോയായി, അതൊക്കെ എടുത്ത് കാണിച്ച് ആൾക്കാരെ കാണിച്ചിട്ട് പിന്നെ സിമ്പതി പിടിച്ചു പറ്റാനുള്ള പരിപാടിയായിരുന്നു. എന്തായാലും സന്തോഷമായി. ഇനി ഫേസ്ബുക്കിൽ കുറച്ച് നാൾ വല്ല അഴിഞ്ഞാട്ടം കാണണ്ടല്ലോ. എന്നാലും ഉണ്ടാവും. ഇപ്പൊ ഫേസ്ബുക്കിൽ രേണു സുധിയുടെ പേജിൽ തന്നെ വേണമെന്നില്ലല്ലോ, വേറെ ആൾക്കാരൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണുവിന്റെ ചങ്കായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ രേണുവിന്റെ വീഡിയോസ് എടുത്തിടും. എന്നാലും ഫേസ്ബുക്കിൽ കാണാൻ പറ്റും. ഇവിടെ ഒന്നും തീരത്തില്ലെന്നേ. ഇവിടെ എല്ലാ അക്കൗണ്ട് പൂട്ടിയാലും ഇവിടെ കുറെ സപ്പോർട്ടേഴ്സും ചങ്കായിട്ടുള്ള ആൾക്കാർ കുറെ വീഡിയോകൾ വേറെ വേറെ എടുത്തിടും. എന്തായാലും പകുതി ഒരു സമാധാനമായി, പകുതി ഒരു ആശ്വാസമായി, പകുതി ഒരു സന്തോഷമായി എല്ലാവർക്കും അല്ലെ. എന്താണ് രേണു സുധിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അടിച്ചു പോയതിനെ പറ്റി നിങ്ങൾക്കിടയൊക്കെ അഭിപ്രായം എന്താണ്? നല്ലതായോ അതോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ കമന്റിൽ പറയും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.